നമുക്ക് സ്വന്തമായിട്ട് എന്തുണ്ടെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരിടാണ് നമ്മുടെ സ്വന്തം വീട്. എനിക്കിപ്പോൾ സ്വന്തം വീടായി കാര്യങ്ങളായി, എന്നാലും എനിക്ക് വീട്ടിൽ പോകാൻ പറയുന്നത് പ്രത്യേക രസമുണ്ട്. ഞാൻ എല്ലാ ആഴ്ചയിലും വീട്ടിൽ പോകും. കാക്കാക്ക് വർക്ക് എല്ലാവരും എൻ്റെ വീടിൻ്റെ അടുത്തൂടെ പോകും. അപ്പോൾ ഞാൻ എന്തായാലും അതുവരെ പോകും കേട്ടോ. പോകുന്ന സമയത്ത് ഞാൻ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്താണ് പോകുന്നത്. ഇത് ഓൾറെഡി 2 ദിവസത്തേതുണ്ട് കേട്ടോ. നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ ഉള്ളതിൻ്റെ എന്താ പറയുക ഒരു ഇത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. നമ്മളൊരു വാടകയ്ക്ക് കൊടുത്ത് ഓട്ടോയൊക്കെ വിളിച്ച് പോവുകയാണെങ്കിൽ ഇതൊന്നും ഇപ്പം നമ്മൾ ചെയ്യൂലല്ലോ. നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം ഒരു വീട് പോലെ തന്നെയാണ് ചില സമയങ്ങളിൽ. അപ്പം ഉമ്മാൻ്റെ അടുത്ത് മക്കളെ ഏൽപ്പിച്ച് ഞാൻ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതായത് മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാനൊക്കെ പണ്ട് മഴ പെയ്യുന്ന സമയത്ത് മഴ തോരാനായിട്ട് കാത്തു നിൽക്കും. അതല്ലെങ്കിൽ കുറേ സമയം വെയിറ്റ് ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, മഴ തോരുന്നില്ല എന്നുണ്ടെങ്കിൽ തലയിലൊരു പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചുകൊണ്ടാണ് തിരുമ്പാനൊക്കെ ഇറങ്ങാറുള്ളതെന്ന് പറഞ്ഞിട്ടോ. പ്ലാസ്റ്റിക് കവർ തലയിലൊക്കെ വെച്ച് ചെയ്താൽ നമ്മൾ മേല് മൊത്തം നനയുമല്ലോ. അപ്പം നല്ല തണുത്ത് ഒക്കെ നമ്മൾ ചെയ്യുമല്ലോ. അപ്പം ഈ ഒരു അനിയൻ്റെ കോട്ടാണ് ഇട്ടത്. അതെടുത്ത് ഞാൻ വാഷ് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. റെയിൻകോട്ട് സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത് കണ്ടുള്ളത് വണ്ടിയിൽ പോകുമ്പോൾ, ഞാൻ അതല്ലേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അർജൻറ്റായിട്ട് ഇറങ്ങുമ്പോൾ ഒക്കെ നനയാതിരിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉപകാരമുണ്ട്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ നെഗറ്റീവായിട്ട് കാണാതെ മഴയാണ് വാഷ് ചെയ്യാൻ വയ്യ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിരുന്നാൽ നെഗറ്റീവായിപ്പോവും. നമുക്ക് അതിലൊരു പോസിറ്റിവിറ്റി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവാകാൻ കഴിയും കേട്ടോ. ആദ്യക്കുട്ടൻ പിന്നെ മഴയത്ത് ഇറങ്ങിയ സന്തോഷത്തിലുണ്ടാവും. ഞാൻ ഇറക്കാറില്ല, മഴയത്ത് ഇറക്കാറില്ല. ജലദോഷം കാര്യങ്ങൾ പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇറക്കാറില്ല കേട്ടോ. പിന്നെ ഞാൻ എന്തിന് നിൽക്കുകയാണെങ്കിലും അവൻ എൻ്റെ കൂടെ ഉണ്ടാവും. ബാത്റൂമിൽ പോവുകയാണെങ്കിൽ അവിടെ ഡോറിൻ്റെ അവിടെ ഉണ്ടാകും കാവൽ. അത്രയും സെക്യൂരിറ്റി ആണ് എനിക്കും. നിങ്ങൾക്കൊക്കെ ഇതുപോലെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കാനും സപ്പോർട്ട് ആക്കാനൊന്നും മറക്കല്ലേ.